ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഏരിയ നമ്മൾ ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു 3 സെൻറ്റ് സ്ഥലമെങ്കിലും വേണം. അപ്പോൾ സ്ഥലം സ്വന്തം ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു എക്കണോമിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. 1 കിലോ പൗഡറിൻ്റെ കൂടി വന്നൊരു 2000 രൂപ കൂടുതൽ കിട്ടുന്ന പ്രതീക്ഷ എനിക്കില്ല. അപ്പോൾ 2000 രൂപ കിട്ടുകയാണെങ്കിൽ ഒരു ദിവസം 2000 രൂപ. അതായത് നമ്മൾ ഇതൊരു കൾച്ചർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും നമുക്ക് ഡെയിലി ഹാർവെസ്റ്റ് ചെയ്യാം. 2000 രൂപ വെച്ച് നമുക്കൊരു ദിവസം കിട്ടുവാണെങ്കിൽ ഒരു 60,000 രൂപ നമുക്ക് ഇതിനകത്ത് ഒരു മാസം ഏൺ ചെയ്യാൻ പറ്റും. മാക്സിമം പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 25 ഗ്രാമാണ് ഒരു ദിവസം പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു സ്ക്വയർ ഫീറ്റിൽ നമുക്ക് 1 ഗ്രാം സ്ക്വയറിലാണ് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. സ്പിരുലിന ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വളരെ ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. ഈ ബിസിനസ് നിങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്ന് ബോസ്വാല തയ്യാറാക്കിയ സ്പിരുലിന ഫാമിംഗ് കോഴ്സ് ഏറെ ഉപകാരപ്രദമായിരിക്കും. ഇന്ത്യയിൽ സ്പിരുലിന കൃഷിയുടെ അടിസ്ഥാന കാര്യങ്ങൾ മുതൽ സ്പിരുലിന കൃഷിയുടെ ന്യൂനത സാങ്കേതിക വിദ്യകൾ വരെ സ്പിരുലിന ഉൽപാദനത്തെക്കുറിച്ചും നിങ്ങൾ അറിയേണ്ടതെല്ലാം ഈ കോഴ്സിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. കൂടാതെ ഇത് എങ്ങനെ വിളവെടുക്കണമെന്നും പ്രോസസ് ചെയ്യണമെന്നും എങ്ങനെ ലാഭകരമായി വിൽക്കാമെന്നും ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. വരൂ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഏരിയ നമ്മൾ ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു 3 സെൻറ്റ് സ്ഥലമെങ്കിലും വേണം. അപ്പോൾ സ്ഥലം സ്വന്തം ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു എക്കണോമിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, ഈ 1000 സ്ക്വയർ ഫീറ്റ് നമുക്ക് സ്പിരുലിന കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ മഴവെള്ളം വീഴാത്തൊരു സംവിധാനം, ദാറ്റ് മീൻസ് ഒരു വലിയ പോളി ഹൗസിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വലിയ പോളി ഹൗസിൻ്റെ ഉള്ളിൽ ഏകദേശം 1000 സ്ക്വയർ ഫീറ്റിൽ വെള്ളം കിടക്കാൻ പാകത്തിനുള്ള ടാങ്കുകൾ നിർമ്മിക്കണം. അപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഞാൻ പറഞ്ഞു എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പിരുലിന എന്നൊരു ആൽഗയാണ്, ഇത് വളർത്തുന്നത് വെള്ളത്തിലാണ്. അപ്പോൾ നമുക്ക് 1000 സ്ക്വയർ ഫീറ്റ് വെള്ളം കെട്ടിക്കിടക്കുന്ന വലിയൊരു ടാങ്കാണ് ആവശ്യം. ഇതിന് ഡെപ്ത് വലിയ പ്രധാനമില്ല, ഒരു 20 സെൻറ്റിമീറ്റർ വെള്ളം കിടന്നാൽ മതി. അപ്പോൾ ഇത്രയും ഭാഗത്ത് നമുക്ക് ഈ വെള്ളം കിടക്കണം. അതുകൂടാതെ ഓരോ 1 മണിക്കൂർ കൂടുമ്പോഴും ഒരു 2 മിനിറ്റെങ്കിലും ഫുള്ളായിട്ട് എജിറ്റേറ്റ് ചെയ്യണം. എയറേഷൻ അല്ല, എജിറ്റേഷൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനൊരു മെക്കാനിക്കൽ സംവിധാനവും ഓട്ടോമേഷൻ സംവിധാനവും കൂടി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം വെച്ച് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ടാങ്ക് നിർമ്മിക്കുന്നത് എങ്ങനെ പോയാലും ഒരു 1.5 ലക്ഷം രൂപയെങ്കിലും നമുക്കൊരു ടാങ്ക് നിർമ്മിക്കാൻ, ഈ ഇത്രയും വലിയൊരു ടാങ്ക് നിർമ്മിക്കാനാവും. ഇത് കൂടാതെ എൻ്റെ ഓട്ടോമാറ്റിക് സംവിധാനം എല്ലാവരും കൂടി ഒരു 65,000 രൂപയെങ്കിലും അതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ വരും. പിന്നെ നമുക്കിതിന് വേണ്ട ന്യൂട്രിയൻസും കുറേ കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ അടുത്ത മോഡ്യൂളിൽ പറയാം, എന്തെല്ലാം ന്യൂട്രിയൻസ് ആണ്, എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ എക്കണോമിക്കൽ സാധ്യത എന്ന് പറയുന്നത് 1 കിലോ പൗഡർ നമുക്ക് പൗഡർ പ്രൊഡക്ഷൻ എടുക്കണം. ഏകദേശം 1 കിലോ പൗഡർ പ്രൊഡക്ഷൻ എടുക്കണം. നമുക്ക് ബയേഴ്സ് ഒന്നും നമ്മളായിട്ട് നേരിട്ടായിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ ലാഭമാണ്. നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു 1 കിലോ പൗഡറിൻ്റെ കൂടി വന്നൊരു 2000 രൂപ കൂടുതൽ കിട്ടുന്ന പ്രതീക്ഷ എനിക്കില്ല. അപ്പോൾ 2000 രൂപ കിട്ടുകയാണെങ്കിൽ ഒരു ദിവസം 2000 രൂപ. അതായത് നമ്മൾ ഇതൊരു കൾച്ചർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും നമുക്ക് ഡെയിലി ഹാർവെസ്റ്റ് ചെയ്യാം. നല്ല ക്ലൈമറ്റും നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ഡെയിലി ഹാർവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു 2000 രൂപ വെച്ച് നമുക്കൊരു ദിവസം കിട്ടുവാണെങ്കിൽ ഒരു 60,000 രൂപ നമുക്ക് ഇതിനകത്ത് ഒരു മാസം ഏൺ ചെയ്യാൻ പറ്റും. സ്പിരുലിന ഫാമിംഗ് കോഴ്സിലെ ആവശ്യമായ മൂലധനം എന്നൊരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഏതൊരു ബിസിനസിന്റെയും പ്രധാന ഘടകമാണ് മൂലധനം. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗത്തിൽ വ്യക്തത വരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കൃത്യമായ മൂലധനം ഏതെല്ലാം വിധത്തിൽ എവിടെയെല്ലാം വിനിയോഗിക്കണമെന്ന് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അതിനായി സ്പിരുലിന ഫാമിംഗ് കോഴ്സിനെ കുറിച്ച് നിങ്ങൾ മുഴുവനായി പഠിക്കേണ്ടതുണ്ട്. ഈ കോഴ്സിന്റെ A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് വീഡിയോ ഇപ്പോൾ ബോസ്വാലയിൽ അവൈലബിൾ ആണ്. ഇതുവരെ ബോസ്വാല ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ബോസ്വാല ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ഇത് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് സ്വന്തം സ്ഥലം ഉണ്ടെങ്കിലുള്ള കാര്യമാണ്. സ്ഥലത്തിൻ്റെ കോസ്റ്റ് ഞാനിത് കൂട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ പോളി ഹൗസ് ഉണ്ടാക്കുന്ന എക്സ്പെൻസ്, അതൊരു മെയിൻ എക്സ്പെൻസ് ആണ് കേട്ടോ. അത് ചെറിയ എക്സ്പെൻസ് അല്ല. എങ്ങനെ പോയാലും ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ പോളി ഹൗസ് ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ വരും, ഒരു 1.5 ലക്ഷം രൂപ അതിന് തന്നെ വരും. ഇത് കൂടാതെയാണ് നമ്മൾ ടാങ്ക് നിർമ്മിക്കാനാണ് ഞാൻ പറഞ്ഞ ഒരു 60,000 രൂപ ടാങ്ക് നിർമ്മിക്കാൻ. ഇത് കൂടാതെ എൻ്റെ ഓട്ടോമേഷൻ സംവിധാനം എല്ലാവരും കൂടി ഒരു 2-2.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ബിഗിനർക്ക് സ്വന്തം സ്ഥലമുള്ള ആൾക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം 1000 സ്ക്വയർ ഫീറ്റിൻ്റെ പോളി ഹൗസ് ചെയ്യണമെങ്കിൽ എങ്ങനെ വരും, 2 ലക്ഷം 1.5 ലക്ഷം 2 ലക്ഷം കേരളത്തിൽ. അത് ഡിപ്പെൻസ്. അപ്പോൾ എവിടെ പറയാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് ഈ പോളി ഹൗസ് ചെയ്യാൻ വേണ്ടി വലിയ പൈസ ചിലവില്ല. അതായിരുന്നോ ഞാൻ ഓൺ മൈക്കാം ഞാൻ ചെയ്താൽ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് കോസ്റ്റ് പറയാൻ പറ്റത്തില്ല. ഞാനൊരാളെ ഒരാളെ വിളിച്ച് എനിക്ക് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് അറിയാവുന്നതുകൊണ്ട് ഞാനങ്ങ് ചെയ്തു മാത്രമേ ഉള്ളൂ. വൺസ് ഇത് സ്റ്റാർട്ട് ചെയ്ത് 2.5 ലക്ഷം കൊടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ചിലവുകളെ കുറിച്ച് ഓക്കെ പറയാം. അപ്പം നമ്മൾ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്തെന്ന് ഇമാജിൻ ചെയ്യുക. നമ്മൾ ഇത്രയും പറഞ്ഞാൽ ഈ 2-2.5 ലക്ഷം രൂപ മുടക്കി ഒരു ഫാം സ്റ്റാർട്ട് ചെയ്തു. ഈ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിന് ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്നതിന് മാത്രമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഈ ന്യൂട്രിയൻസ് ആഡ് ഓരോ ദിവസവും ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ എത്രമാത്രം ഹാർവെസ്റ്റ് ചെയ്തു എന്ന് കണക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ന്യൂട്രിയൻസ്, ഇതിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഡെയിലി ആഡ് ചെയ്യണം.
അത് നമ്മൾ ഒരു ബയോമാസ് നമ്മൾ എടുക്കുമ്പോൾ, അതായത് നമ്മൾ ഇതിൻ്റെ ഒരു ദിവസം ഹാർവെസ്റ്റ് ചെയ്തു, നമുക്ക് ഒരു കിലോ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 1 കിലോ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്രമാത്രം ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്നുള്ളൊരു ചാർട്ടുണ്ട്. ആ ചാർട്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് ന്യൂട്രിയൻസ് ആഡ് ചെയ്യണത്. അതിൻ്റെ റേഷ്യോ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞുതരാം. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ വലിയ എക്സ്പെൻസീവ് വരുന്ന കേസല്ല. ഏകദേശം ഒരു ദിവസത്തേക്ക് കൂടി വന്നൊരു 50-60 രൂപ കൂടുതൽ മുടക്കേണ്ട വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ നമുക്കൊരു കൃഷി തുടങ്ങാൻ ആവശ്യമായിട്ട് നമുക്ക് എന്തെങ്കിലും നിയമപരമായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? സഹായം അല്ല, നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ? രജിസ്റ്റർ ചെയ്യാനുണ്ടോ? കേരളത്തിൽ തനതായ കൃഷി ചെയ്യുന്നതിന് പ്രത്യേകിച്ച് നമുക്ക് വലിയ സാങ്ഷൻ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഒരു സാധാരണ അല്ലാത്ത രീതിയിലുള്ള കൃഷികൾ, ഇപ്പോൾ സ്പൈറുലിന എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത്ര പോപ്പുലർ അല്ലാത്തൊരു കൃഷിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൃഷി ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു പറമ്പിൽ ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ശാസ്ത്രീയമായ പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ നിയമപരമായ തടസ്സങ്ങളുണ്ടോ എന്നുള്ളതാണ് എല്ലാവരും ഒരു സംശയം വരുന്നത്. ഇത് 100% കൃഷി തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഇതിന് കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും അല്ലെങ്കിൽ കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ അടങ്ങിയിരിക്കുന്ന സംഭവമാണ്. അതുപോലെ ഇതിനൊരു മിനിമം സെറ്റപ്പും ആവശ്യമാണ്. അപ്പോൾ ഇത്തരം ഒരു കൃഷി ചെയ്യുന്ന സമയത്ത് ജനങ്ങൾക്ക് അവയർനെസ് കുറവായതുകൊണ്ട് നമ്മൾ കൃഷി ഓഫീസുകളായിട്ട് ഒന്ന് ബന്ധപ്പെടണം നല്ലതാണ്. അത് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് നിയമപരമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. എൻ്റെ അറിവനുസരിച്ചാണെങ്കിൽ നിയമപരമായിട്ടൊരു പ്രശ്നമില്ല. പിന്നെ ഇത് വെള്ളവും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിനൊരു സാങ്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പഞ്ചായത്തായിട്ടോ അല്ലെങ്കിൽ കൃഷി വകുപ്പായിട്ട് ബന്ധപ്പെടാം. ഇതുകൂടാതെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എല്ലാവരും നോക്കണം. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇവിടെ എന്തെങ്കിലും സോളിഡ് വേസ്റ്റ് ഉണ്ടോ, ഇതൊക്കെയാണ് ആളുകൾക്ക് മെയിനായിട്ട് വരുന്നൊരു സംശയം. അപ്പോൾ ഇതിനൊരു സോളിഡ് വേസ്റ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഇതിന് സാങ്ഷൻ വലിയ പ്രശ്നങ്ങളില്ല. ഇനി അങ്ങനെ ഒരു സാങ്ഷൻ മെയിനായിട്ട് വരുന്നതും നമ്മളൊരു വലിയ പോളി ഹൗസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എസ്റ്റിമേഷൻ എടുത്തിട്ട് പഞ്ചായത്തിൻ്റെ സാങ്ഷൻ മേടിക്കേണ്ടത് അത്യാവശ്യമാണ്. പഞ്ചായത്തിൻ്റെ നിന്ന് നമുക്ക് ബിൽഡിംഗ് സാങ്ഷൻ മേടിക്കും പോലെ തന്നെ ഇതിനൊരു ബിൽഡിംഗ് സാങ്ഷൻ മേടിക്കണം. അപ്പോൾ അതിന് അതിൻ്റേതായ പ്രോട്ടോകോൾസ് ഉണ്ട്. ഇത് കൂടാതെ നമുക്കിതിന് സ്വന്തമായിട്ടൊരു പവർ സപ്ലൈ വേണം, അതായത് ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ്റെ ആവശ്യമുണ്ട്. അതിന് നമ്മൾ സാധാരണ രീതിയിൽ കേരളത്തിൽ എന്താണോ നമ്മൾ ഇലക്ട്രിക്കൽ കണക്ഷൻ എടുക്കാൻ വേണ്ടി ചെയ്യണം അതുപോലെ തന്നെ ചെയ്യാം. അത് കൃഷി ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെടുവാണെങ്കിൽ നമുക്ക് അഗ്രികൾച്ചർ ബേസിൽ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറണ്ട് ചാർജിൽ ഒരു കൃഷി എന്നുള്ള നിലയിൽ നമുക്ക് കറണ്ട് ചാർജിൻ്റെ കാര്യത്തിലും തീരുമാനം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കിട്ടണമെങ്കിൽ ഇതിൻ്റെ പ്രധാനമായിട്ട് ഡോക്യുമെൻറ്റ് നമ്മുടെ സ്വന്തം പേരിലുള്ള സ്ഥലം ഉണ്ടായിരിക്കണം, അതിൻ്റെ ഡോക്യുമെൻ്റ് ഒക്കെ ആയിരിക്കണം, പിന്നെ ആധാർ കാർഡ് ഉണ്ടായിരിക്കണം, നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടായിരിക്കണം. ഇതെല്ലാം സാധാരണഗതിയിൽ എന്താണോ ഒരു കൺസ്ട്രക്ഷന് വേണ്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണോ. അതുമാത്രമല്ല നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൃഷിയുടെ ശരിയായൊരു ഡ്രോയിങ്, നല്ലൊരു ഡ്രോയിങ് ഉണ്ടാക്കി ആ ഡ്രോയിങ്ങിൽ നിന്നുകൊണ്ട് വേണം നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. വേറെ ഇതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഇല്ലയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്? സബ്സിഡി പോലെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സബ്സിഡി പോലുള്ള കിട്ടുമോ എന്ന് ചോദിച്ചാൽ സ്പൈറുലിന എന്നുള്ള കൃഷി അത്ര പോപ്പുലർ അല്ലാത്തതുകൊണ്ട് ഈ കൃഷി സർക്കാരിൻ്റെ ലിസ്റ്റിലുണ്ടോ എന്ന് എനിക്കറിയില്ല. സർക്കാരിൻ്റെ ലിസ്റ്റിലുള്ള കൃഷികളൊക്കെ ആണെങ്കിൽ ഇതിനൊക്കെ ആനുകൂല്യം നിരവധി കിട്ടാൻ സാധ്യതയുണ്ട്. വരും കാലങ്ങളിൽ ഇതിനുള്ള സാധ്യത ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. അതുപോലെ ഈ സർക്കാരിൻ്റെ ലിസ്റ്റിൽ ഇത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് വെബ്സൈറ്റാണ് അങ്ങനെ വല്ലതും? സർക്കാരിൻ്റെ ലിസ്റ്റിൽ ഇതുണ്ടോ എന്നറിയണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന കൃഷി വകുപ്പായിട്ട് ബന്ധപ്പെടേണ്ടി വരും. സാധാരണ ഞങ്ങളുടെ ലോക്കൽ കൃഷി ഓഫീസിൽ ഇതിനെക്കുറിച്ച് വലിയ അവയർനെസ് ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്പൈറുലിന ഫാമിംഗ് കോഴ്സിലെ ആവശ്യമായ മൂലധനം എന്നൊരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഈ ഒരു ചാപ്റ്റർ ഏറെ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് മാത്രമായോ? ഇല്ല അല്ലേ? ഫാം നിർമ്മാണ രീതി, ജലത്തിന്റെ ഗുണനിലവാരം, ആവശ്യമായ തൊഴിലാളികൾ, വിളവെടുപ്പ് രീതി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിനായി ഇപ്പോൾ തന്നെ ബോസ്വാല ഡൗൺലോഡ് ചെയ്യൂ, കോഴ്സ് മുഴുവനായി കാണൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. ബോസ്വാല, ബി ദ ബോസ്.